നിർധന രോഗികൾക്കും പാവപ്പെട്ടവർക്കും സാന്ത്വനമേകി കനിവിന്റെ തണൽ ചാരിറ്റി ഗ്രൂപ്പിന്റെ പ്രവർത്തനം മാതൃകയാകുന്നു. തണലിന്റെ സാന്ത്വന കേന്ദ്രം ചെറുകുന്ന വെള്ളറങ്ങലിൽ പ്രവർത്തനം ആരംഭിച്ചു. മുൻ NSC കമാൻഡോ ശൗര്യചക്ര അവാർഡ് ജേതാവ് മനേഷ് അഴീക്കോട് ഉദ്ഘാടനം ചെയ്തു. പൊതുപ്രവർത്തന രംഗത്തും പാലിയേറ്റീവ് രംഗത്തും വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ജനകീയ കൂട്ടായ്മയാണ് കനിവിന്റെ തണൽ ഗ്രൂപ്പ് ഓഫ് ചാരിറ്റി. സുമനസ്സുകളായ ആളുകൾ വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ ആരംഭിച്ച ഈ സംഘടനയ്ക്ക് ഇന്ന് കണ്ണൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ വളണ്ടിയർമാരുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരും കർഷകരും വിദ്യാർത്ഥികളും ആശാവർക്കർമാരും സൈനികരും പോലീസ് സേനാംഗങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമാണ്. പാവപ്പെട്ട രോഗികൾക്ക് ആവശ്യമായ വീൽചെയറുകൾ, മെഡിക്കൽ ബെഡുകൾ, മറ്റുപകരണങ്ങൾ എന്നിവയും സംഘടന സൗജന്യമായി എത്തിച്ചു നൽകുന്നുണ്ട്. സേവന രംഗത്ത് ഇവരുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് മുൻ NSC കമാൻഡോ ശൗര്യചക്ര അവാർഡ് ജേതാവ് മനേഷ് അഴീക്കോട് പറഞ്ഞു. നമ്മുടെ ഏറ്റവും വലിയ എല്ലാവരും ചെയ്യേണ്ടതെന്നാണ് ഒരു മനുഷ്യത്വം നിലനിൽക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുക എന്നതാണ് സമൂഹത്തിൽ എല്ലാവരും പാലിക്കേണ്ട ഒരു കർത്തവ്യം. അതിൻ്റെ അർത്ഥത്തിൽ ഇപ്പോൾ എനിക്ക് ഇവിടെ ഏറ്റവും വലിയ സന്തോഷം തോന്നിയത് ഇവിടെ ഒരു പ്രഖ്യാപനം നടന്നു. നമ്മളിനി അടുത്തത് ഒരു ആംബുലൻസ് ഉണ്ടാക്കുന്നതും അതുപോലെ സ്വന്തമായിട്ട് ഒരു ബിൽഡിങ്ങിലേക്ക് വരുന്നു. ആ നിശ്ചയദാർഢ്യവും അതേപോലെ തന്നെ ഇവരെ ഈ പ്രവർത്തനവും ഒത്തുചേർന്നുകൊണ്ട് അത് ഇനി വരുന്ന വർഷങ്ങൾക്കിടയിൽ സാധിച്ചെടുക്കാൻ സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം ഇവരെ മുഖത്ത് എല്ലാവരുടെ മുഖത്തിലുള്ളതെന്ന പ്രസരത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. പോലീസ് ഉദ്യോഗസ്ഥരും ജീവകാരുണ്യ പ്രവർത്തകനുമായ രാജേഷ് തളിയിലാണ് ഇതിന്റെ മുഖ്യ സംഘാടകൻ. കണ്ണൂർ ജില്ലയിൽ നിർധനരായവർക്ക് സ്വന്തമായ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കൽ ഉൾപ്പെടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ കനിവിന്റെ തണൽ എന്ന കൂട്ടായ്മ നടത്തിവരുന്നതായി രാജേഷ് തളിയിൽ പറഞ്ഞു. പാവപ്പെട്ട രോഗികൾ, അതോടൊപ്പം തന്നെ കിടപ്പിലായ രോഗികൾക്ക് പാലിയേറ്റീവ് അനുബന്ധ സാധനങ്ങൾ കൊണ്ട് നൽകുക, അതോടൊപ്പം തന്നെ മരണപ്പെട്ടവരെ അതിൻ്റെതായ ജീവിതം നല്ലവണ്ണം ആഘോഷിച്ച് മരിച്ചുപോയവർ ആരോരുമില്ലാതെ മരണപ്പെട്ടു ഭൂമിയിലേക്ക് പോകരുത് എന്നുള്ള ഉദ്ദേശം ഞങ്ങളുടെ ഗ്രൂപ്പിനുണ്ട്. അതോടൊപ്പം തന്നെ 2018 കാലഘട്ടങ്ങളിലുള്ള വെള്ളപ്പൊക്കത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങളിലും ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുകയും അത് എത്തേണ്ട കൈകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമാക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിനെ സംബന്ധിച്ചോളം ആരോടും സാമ്പത്തികമായിട്ട് കൈപ്പറ്റുകയോ അതോടൊപ്പം തന്നെ ഒരാളെയും സാമ്പത്തികമായി സഹായിക്കുകയോ ഇല്ല എന്നുള്ള കാര്യം ആണ് ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പിന് ഉള്ള ഒരു നിർബന്ധം. ചടങ്ങിൽ TV ഉണ്ണികൃഷ്ണൻ, K അംബുജാക്ഷൻ, മേരി ജോസഫ്, സാജിദ ഹാരിസ്, B ദാമോദരൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.